ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനി റിസപ്ഷനിൽ വിളിച്ചിങ്ങനെ പറയുകയാണ്, അതെ എന്നെ ഏത് തമ്പുരാൻ കാണാൻ വന്നാൽ പോലും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ഞാനൊരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞാൽ മതി. ആ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ നന്ദുവിൻ്റെ ആ വരവ് ക്യാമറയെ കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അനി. അപ്പോൾ നന്ദു ആണെങ്കിൽ നേരെ റിസപ്ഷനിൽ ചെന്നിട്ട് ഇവിടുത്തെ MD അനിസാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അയ്യോ മേഡം, അനിസാറ് ഇവിടെ ഇല്ലല്ലോ മേഡം എന്നിങ്ങനെ ഒരു തപ്പലോടുകൂടി തന്നെ പറയുകയാണ് ഇയാൾ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എവിടെ പോയി, എനിക്ക് അത്യാവശ്യം ഇവിടെ നിന്ന് കാണുമായിരുന്നു. അയ്യോ മേഡം, അത് പിന്നെ സാറ് മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് എന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതിനൊരു സംശയം തോന്നിക്കുകയാണ്, മീറ്റിങ്ങിന് പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അനിസാറിൻ്റെ വണ്ടി ഇതേ പുറത്ത് കിടക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് മീറ്റിങ്ങിന് പോകുന്നത്? അത് പിന്നെ കമ്പനി വണ്ടിയായിട്ടാണ് മേഡം മീറ്റിങ്ങിന് പോയിരിക്കുന്നത്, അതുകൊണ്ട് ഇന്ന് കാണാൻ പറ്റില്ല മേഡം. ശരി, നിങ്ങൾ എന്നോട് കള്ളം പറയുകയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അയ്യോ മേഡം, ഞങ്ങൾ എന്തിനാണ് മേഡം കള്ളം പറയുന്നത്? അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് ഇല്ലല്ലോ മേഡം. ഇവിടെ അനിസാർ ഇല്ലാത്തത് കൊണ്ടാണ് മേഡത്തിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു പോവാ. അപ്പോൾ നന്ദു പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ റിസപ്ഷൻ എന്ന് വെച്ചാൽ അവർ സംസാരിക്കുകയാണ്. ഓ എൻ്റെ ദൈവമേ, അതെ ആദർ സാറിനേക്കാളും മൂർത്തി സാറിനേക്കാളും വല്ലാത്തൊരു സ്വഭാവക്കാരനാണല്ലോ പുതിയ MD ആയിട്ട് വന്നിരിക്കുന്ന ആള്. ഓ ഇവരെയൊക്കെ എങ്ങനെ സഹിക്കുമാവോ? അങ്ങനെ നമ്മുടെ അനി വീണ്ടും ക്യാമറ നോക്കുക. അപ്പോൾ ക്യാമറ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഫോൺ വിളിക്കാനുള്ള ഒരുക്കത്തിൽ അവൾ എന്നെ ആയിരിക്കും വിളിക്കാനായിട്ട് പോകുന്നത്. അത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അനിയാണ് ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ പക്ഷേ അനി അവിടെ ഫോൺ എടുക്കാനായിട്ട് തയ്യാറല്ല. അപ്പോൾ ഞാൻ ഏതായാലും ഫോൺ എടുക്കില്ല. അവൾക്ക് അത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ആ നവീനോട് അവൾ പറയുമായിരുന്നോ? ഇല്ലല്ലോ. അവളുടെ ബർത്ത്ഡേ ആണെന്ന് നവീനോട് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സ്റ്റേഷനിൽ വെച്ച് തന്നെ കേക്കൊക്കെ മുറിച്ച് ആസ്വദിച്ചു. അപ്പം ഞാൻ ആരായി? അവൾക്ക് വേണ്ടി അത്രയും ഞാൻ അവിടെ കാത്തിരുന്നതാണ്. അപ്പോൾ എൻ്റെ സമയത്തിന് വിലയില്ലേ, അതുകൊണ്ട് ഞാൻ അവളെ ഇനി വിളിക്കുന്നില്ല, അവൾ വിളിച്ച് ഞാൻ ഫോൺ എടുക്കത്തുമില്ല എന്ന വാശിയോട് കൂടി തന്നെയാണ് നമ്മുടെ അനി അവിടെ ഇരിക്കുന്നത്. പക്ഷെ നന്ദുവിനാണെങ്കിൽ ഭയങ്കരേറെ സങ്കടവും തോന്നുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ആദർശിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ദേവയാനിയും അതേപോലെ തന്നെ മോളും കൂടി വരികയാണ്. നീ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മോനെ, ഞങ്ങളെ ഇറങ്ങുകയാണ് കേട്ടോ. അയ്യമ്മേ ഇറങ്ങുവാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പം തന്നെ പോകണോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ് ഇവിടുന്ന് പോകുന്നതിന്. അമ്മേ എങ്കിൽ പിന്നെ 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ? ഇല്ല, അത് പറ്റില്ല എന്ന് പറയാണ്. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? അത് പറ്റില്ല എന്നൊക്കെ പറയാനായിട്ട്? അത് പറ്റില്ല, കാരണം മോൾക്ക് നാളെ സ്കൂളിൽ പോവുകയും ചെയ്യണം, ഞാനുണ്ടെങ്കിൽ അവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ വന്ന് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ അധികം താമസിയാതെ അങ്ങോട്ട് വരണം എന്നൊക്കെ ദേവയാനി പറയണം. അമ്മ അതിന് സമയമുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരും, അല്ലാതെ പൂർണ്ണമായിട്ടും ഞങ്ങൾ അവിടെ നിന്ന് മാറി നിന്നല്ലോ അമ്മേ, അതുകൊണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ അങ്ങോട്ട് വരും. വരണമെന്ന് തന്നെയാണ് എൻ്റെ ഈ ആഗ്രഹം. മോനെ പറഞ്ഞതുപോലെ തന്നെ വിഷുവിന് നമ്മുടെ കമ്പനി തകർച്ചയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ അത് പോകും, പക്ഷേ ഈ ഒരു കാര്യം എങ്ങനെ മുത്തശ്ശൻ കണക്കിലെടുക്കുമെന്നൊന്നും അറിയില്ല. ഇനി മുത്തശ്ശൻ്റെ സ്വഭാവം വീണ്ടും മാറുമെന്നും പറയാനായിട്ട് പറ്റില്ല മോനെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. മുത്തശ്ശൻ അറിയാം ഒരു കമ്പനിക്ക് തകർച്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്നൊന്നും മുന്നോട്ട് പോകില്ല എന്ന്. കാലതാമസം എടുക്കും നമ്മുടെ കമ്പനി മുന്നോട്ട് വരാനായിട്ട്, അതും മുത്തശ്ശൻ അറിയാം. അതുകൊണ്ട് ഈ വിഷുവിന് നമ്മുടെ കമ്പനി തകർന്നു പോയെന്ന് വിചാരിച്ച് ഒന്നും മുത്തശ്ശിനെ സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. അമ്മ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ, അവർക്കുള്ള സമാധാനമൊക്കെ അമ്മ കൊടുത്താൽ മതി, ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കൊടുത്താൽ മതിയെന്നും പറയുകയാണ്. അപ്പോൾ ദേവയാനി ആണെങ്കിൽ നയനെ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ, കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ കൃത്യസമയത്ത് തന്നെ വിളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാനത് മറക്കോ? അമ്മ വിളിക്കുന്നത് കൊണ്ട് ഞാൻ ഓർത്ത് നല്ല ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ അമ്മ പേടിക്കുന്നത്? പക്ഷേ മോളെ പിരിയുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അമ്മേ. മോളെ നന്നായിട്ട് പഠിക്കണേ. അച്ഛനും അമ്മയും ഉടനെ തന്നെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോഴും കുഞ്ഞാണെങ്കിൽ ശരി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കും അതേപോലെ തന്നെ ആദർശിന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. ആദർശേട്ട മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ആദർശേട്ട അതെ, ആ ഒരു അവസ്ഥ തന്നെയാണ് എനിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അമ്മയോട് ഞാൻ ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അമ്മ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. അമ്മയ്ക്കാണെങ്കിൽ നമ്മളെ കാണാതിരിക്കാനും പറ്റില്ല. ആ കുഞ്ഞിൻ്റെ മുഖം ഓർക്കുമ്പോൾ കൂടുതൽ സങ്കടം വരികയാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ
നവ്യയും അതേപോലെ തന്നെ അഭിയാണ്. അപ്പം നവ്യ അഭിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഭി എത്രയും പെട്ടെന്ന് ആ ജോലിക്ക് കയറണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന്. ഇതിടഞ്ഞപ്പോഴേക്കും അത് പിന്നെ നവ്യെ, നീ തന്നെ ഇതിവിടെ അവതരിപ്പിക്കണം, നീ എല്ലാവരോടും പറയണം, നീ റെക്കമെൻഡേഷൻ ചെയ്യുന്നത് പോലെ ആയിരിക്കണം. അതെന്താ, നിനക്ക് പറയാൻ പേടിയാണോ? എന്താ, നിനക്ക് അവിടെ ജോലിക്ക് പോകണ്ടേ, ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതല്ല, ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലോ, എൻ്റെ ഒരു താല്പര്യത്തിനാണ് ഞാൻ ജോലിക്ക് പോകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല നവ്യേ. ശേ, നീ ഇത്ര പേടിത്തൊണ്ടനാണോ അഭി? ദേ, അങ്ങനെ ഇറക്കി വിടണമെങ്കിൽ ഇറക്കി വിടട്ടേന്നേ, നമ്മൾക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, പൈസയുണ്ട്, നമുക്കത് ജീവിക്കാൻ അറിയില്ലേ, നമ്മളെ ഇറക്കി വിടണമെങ്കിൽ അവരെ ഇറക്കി വിട്ടോട്ടെ. അങ്ങനെയല്ല നവ്യേ, ഇപ്പോൾ ജ്വല്ലറിക്കാരും നമ്മളെ പുറത്താക്കൂലെന്ന് ആര് കണ്ടു? ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം മാളവിക കളക്ഷൻസ് പറഞ്ഞൊരു വലിയൊരു സംഭവം തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ സമയത്ത് ഇനി നമ്മുടെ ആവശ്യമില്ല എന്ന് കണ്ടു കഴിയാൻ നേരത്ത് അവർ നമ്മളെയും ആട്ടിത്തുപ്പി ഇറക്കി വിട്ടാൽ എന്ത് ചെയ്യും? പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഓഹരി നമുക്ക് കിട്ടിയേ മതിയാവുള്ളൂ. അതിനു വേണ്ടി നവ്യയെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് ശരി, നീ അപ്പോൾ ഇവിടുത്തെ പണത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെയല്ല, പുറത്ത് പോയാലും നമുക്ക് ജീവിക്കണ്ടേ, അപ്പം അതിനു വേണ്ടി നമ്മളിവിടത്തെ ഓഹരി ചെറുതായിട്ടെങ്കിലും പിടിച്ചേ മതിയാവുള്ളെന്നൊക്കെ ഇങ്ങനെ അഭി പറയാണ്. ഏതായാലും നീ തന്നെ റെക്കമെൻഡേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവില്ല നവ്യ. ഓ ശരി, ഞാൻ റെക്കമെൻഡേഷൻ ചെയ്ത് നോക്കാം. പിന്നെ കൂടുതലൊന്നും നീ അവിടെ അവതരിപ്പിക്കാനായിട്ട് നിൽക്കരുത്. ഇല്ല, ഞാൻ ഒരു കാര്യം അവതരിപ്പിക്കില്ല, ഉറപ്പാണത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. ആ സമയത്താണ് ദേവയാനിയും കുഞ്ഞും കൂടി കയറി വരുന്നത്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എങ്ങനെയുണ്ട് നയന മോൾക്ക്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ അങ്ങോട്ട് വിളിച്ചല്ലേ, എന്നിട്ട് നയന മോളോടും ആദർശനോടൊക്കെ സംസാരിച്ചല്ലേ, പിന്നെന്താ കുഴപ്പം? ഞാൻ അവരോട് സംസാരിച്ചു. പിന്നെ നിനക്ക് ഒരു കാര്യം അറിയോ ദേവയാനി, ഞാനും ഗർഭിണിയായിരുന്ന സമയത്തെ എനിക്ക് കുറെ പലഹാരം ഉണ്ടാക്കി തരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എനിക്കും തന്നിട്ടുണ്ടല്ലോ അമ്മേ. അതെ, അതേപോലെ തന്നെ നയന മോൾക്കും കൊടുക്കണം. അവരെ പലഹാരം ഉണ്ടാക്കുന്നതിൽ ഭയങ്കര വിദഗ്ധരാണ്. അതുകൊണ്ട് അവരോട് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വിവിധ തരം പലഹാരങ്ങൾ ഉണ്ടാക്കി തരാൻ. നയന മോൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കണമല്ലോ, അതിനു വേണ്ടി തന്നെയാണെന്നൊക്കെ പറയാണ്. അപ്പോൾ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, അമ്മേച്ചനെയൊക്കെ കണ്ടോ, മോൾക്ക് സന്തോഷമായോ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് സന്തോഷമായി എന്നൊക്കെ കൊച്ചും പറയുകയാണ്. അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദാ വരുന്നു നവ്യയും അതേപോലെ തന്നെ അഭിയും. അപ്പം നവ്യ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് അവൾക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും സ്വന്തം അനിയത്തിയല്ലേ, പോയി അന്വേഷിക്കായിരുന്നില്ലേ, അവിടം വരെ ഒന്ന് പോകാമായിരുന്നില്ലേ, എന്തുകൊണ്ട് പോകുന്നില്ല? പോണം, എനിക്കവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ പോകാത്തത് എന്താണെന്നറിയാമോ, മറ്റു ചിലരുടെ മുഖമൊക്കെ കാണേണ്ടി വരൂലേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ്. ആരാടി ഈ മറ്റു ചിലര്? എൻ്റെ മകനെയല്ലേ നീ പറഞ്ഞത്? അതെ, എൻ്റെ മകനാടി. അവരെങ്ങനെയാടി ഒരു മറ്റു ചിലവരാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. എന്തായാലും അമ്മായിയുടെ മോനെ ന്യായീകരിച്ച് സംസാരിക്കുള്ളെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷേ ആ ന്യായീകരണമൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. സ്വന്തം കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയല്ലേ അമ്മായി മകൻ്റെ മുന്നിലേക്ക് പോകുന്നത്. അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണെന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ അതൊക്കെ എനിക്കിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. മുത്തശ്ശിയുടെ ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ജ്വല്ലറിലേക്ക് പോവുക, അവിടുത്തെ MD കണ്ട് സംസാരിച്ച് ഇവനൊരു ജോലി അവിടെ ഒപ്പിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവയാനിയാണെങ്കിൽ, ആണോടാ, നിനക്കാണോ അവിടെ താല്പര്യം അവിടെ ജോലിക്ക് പോകാനായിട്ട്? അമ്മായി എന്തിനാ അവൻ്റെ മുന്നിൽ ഇങ്ങനെ ചൂടായി കയറുന്നത്? ഞാനാണ് റെക്കമെൻഡേഷൻ ചെയ്തത്. ഞങ്ങൾക്ക് ഏതായാലും ജോലി ചെയ്തേ മതിയാവുള്ളൂ. അല്ലാതെ ഇവിടുത്തെ അടുക്കള ജോലിയും ചെയ്ത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആട്ടി പറഞ്ഞു വിട്ടതുപോലെ ഞങ്ങളെയും ആട്ടി പുറത്താക്കൂലെന്ന് ആര് കണ്ടു? അപ്പോൾ പുറത്തു പോയാലും ഞങ്ങൾക്ക് ജീവിക്കേണ്ട സമാധാനമായിട്ട്. അതിനു വേണ്ടിയാണ് ഒരു ജോലി അന്വേഷിച്ച് കിടക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ അടിമയായിട്ട് എപ്പോഴും കഴിയാനൊന്നും പറ്റില്ല. അമ്മായി എപ്പോഴും അമ്മയുടെ മകനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്ത് തെറ്റ് ചെയ്താലും അയാൾക്കെതിരെയാണല്ലോ സപ്പോർട്ട്. അഭി ആണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ തഴഞ്ഞു നിൽക്കുന്നു. അങ്ങനെ അഭി തഴയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അവൻ അങ്ങനെ ഒരു തെറ്റൊന്നും ഏതായാലും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് അവനൊരു ജോലി മേടിച്ചു കൊടുക്കണം. ഞാൻ ഇന്ന് തന്നെ പോവാണ് ജ്വല്ലറിയിലേക്ക് എന്ന് പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ, ഇനി അതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, അവൻ അവിടെ ചെന്ന് കഴിഞ്ഞെങ്കിലേ അതും കൂടി തകരും. അങ്ങനെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോഴേക്കും നവ്യാണെങ്കിൽ ജ്വല്ലറി തകർന്ന് കാണണമെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം.
അപ്പോൾ അവനവിടെ ചെന്നോട്ടേന്നേ. അവനവിടെ ചെന്നിട്ട് ആ ഈ കമ്പനി തകരുകയാണെങ്കിൽ അങ്ങോട്ട് തകർന്നോട്ടെ, അതിന് നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്കതിൽ സന്തോഷം മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയാ. അപ്പോൾ എടാ അഭി വാ നമുക്ക് പോകാൻ നോക്കാം, നീ അങ്ങോട്ട് വന്നിട്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്ന് പോവാ. അപ്പം നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് എന്താടാ അഭി ഇത്, നിന്റെ ഭാര്യ കുറേ നാളായി എൻ്റെ മകനെ താറടിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നയനമോളെ ഓർത്തുകൊണ്ട് മാത്രമാണ് നവ്യയെ ഞാൻ വെറുതെ വിടുന്നത്. അല്ലെങ്കിലും നവ്യയുടെ സ്വഭാവം അല്ലല്ലോ എൻ്റെ നയനമോൾക്ക്. അവൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം, കുടുംബജീവിതം തകരരുത് എന്നൊക്കെ വിചാരിക്കുന്നൊരു മനസ്സാണ് അവളുടെ. പക്ഷേ നിന്റെ ഭാര്യയുടെയൊക്കെ മനസ്സ് എന്താടാ അമ്മായി? ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മായി? അവൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. പിന്നെ അവൾ എൻ്റെ തലയെടുക്കും. അതേടാ, നിന്റെ തലയെടുക്കണമല്ലോ, അതേപോലുള്ള പ്രവൃത്തികളല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ നിന്റെ തലയെടുക്കാതെ എവിടെ പോകുന്നടാ അഭി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം. അമ്മായി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് അമ്മായി, അവൾ പറഞ്ഞല്ലേ എനിക്ക് അവളുടെ പിന്നാലെ പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാവ, ചെല്ലടാ പോയി ചെല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിയെ പറഞ്ഞയക്കാം. അപ്പോൾ അഭയെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇതെന്തൊക്കെയാ അമ്മയെ കാണുന്നത്, പോട്ടേന്നേ, അവരെത്ര നാൾ പോകുമെന്ന് നമുക്കൊന്ന് കാണാലോ, അവർ പോണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയന ഡിസൈൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് മാളവിക നയനയെ തന്നെ ഇങ്ങനെ നോക്കുക. നയന നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മാളവിക ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത്. ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഒരു ആശ്ചര്യത്തോടു കൂടി തന്നെ. അതെ, എനിക്ക് ആശ്ചര്യം തന്നെയാണ് മേഡം, ഇതെങ്ങനെ കഴിയുന്നു? അല്ല, പെട്ടെന്നാണല്ലോ മേഡത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഡിസൈനുകൾ വരുന്നത്. ഞാനാണെങ്കിലേ തല പുകഞ്ഞു കിടന്ന് ആലോചിക്കണം, എന്നാൽ പോലും ഡിസൈൻ അങ്ങനെ മര്യാദയ്ക്കൊന്നും എനിക്ക് കിട്ടാറില്ല. അങ്ങനെ കുറേ ദിവസങ്ങളെടുത്താണ് ഞാനൊരു ഡിസൈൻ കണ്ടുപിടിച്ച് വരയ്ക്കുന്നത്. പക്ഷേ മേഡത്തിൻ്റെ കഴിവ് അത് അപാര കഴിവ് തന്നെയാണ് കേട്ടോ മേഡം. ഒരു ഡിസൈൻ മനസ്സിലങ്ങോട്ട് വിചാരിച്ചങ്ങോട്ട് വരക്കുന്നു, അത് സക്സസ് ആകുന്നു. വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് മേഡം എന്നൊക്കെ പറയണം. അതുകൊണ്ട് തന്നെ ജ്വല്ലറി നല്ലൊരു മാറ്റം സംഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദർശ് വരിക. അപ്പോൾ ആദർശ് വന്നിട്ട് പറയാണ്, അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും മാളവിക നിന്നെ അവിടെ നിർത്തിയിരിക്കുന്നത് അവിടുത്തെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ്. ഏതായാലും ആ ഡേവിഡിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴേക്കും അത് ഉറപ്പുള്ള കാര്യമില്ലേ സാറേ, അവിടെ ആരോ കളിക്കുന്നുണ്ട്. പക്ഷേ ആ ഡേവിഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി അയാളൊരു മണ്ടനാണ്. അയാൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണയില്ല. പുറകെ നിന്ന് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നു, അയാൾ ഇങ്ങനെ ചെയ്യുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് സാറേ. അതെ, അപ്പോൾ അത് ആരാണെന്ന് നമുക്ക് കണ്ടെത്തണമല്ലോ. എൻ്റെ സാറേ, എൻ്റെ ഭർത്താവേ ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ ഈ ബിസിനസ്മാൻ ആയതുകൊണ്ട് എൻ്റെ ഭർത്താവ് പല കളികളും കളിക്കും, സ്പൈ വർക്കൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഗുണം എനിക്കും കിട്ടിയിട്ടുണ്ടേ സാറേ. പിന്നെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനല്ലേ അങ്ങ്, അപ്പോൾ മൂർത്തി സാർ എങ്ങനെയാണ് ആ ഒരു കഴിവ് കൊച്ചുമോനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തകർച്ചയിൽ നിന്നും വലിയൊരു ഉയർച്ചയിലേക്ക് പോകാനായിട്ട് സാറിനും കഴിയും. ഞാൻ സ്പൈ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു സാറേ. അതെ, ചാരപ്പണി നീ ചെയ്യണം മാളവിക, അതിനാണല്ലോ നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. പക്ഷേ ഞാൻ വിളിക്കുമ്പോഴും നീ പുറകോട്ടൊരു തിരിഞ്ഞ് നോക്കാതെ പോലെയും ഞാൻ വരാം എന്ന് പറയുമായിരുന്നില്ല നീ എൻ്റെ മുന്നിൽ. അതാണ് നിൻ്റെ കോൺഫിഡൻസ്. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഞാൻ ഒരു ഓഫർ തന്നത് എന്നൊക്കെ പറയാം. അത് എൻ്റെ ജോലി ഞാൻ കറക്റ്റായിട്ട് ചെയ്തിരിക്കും. സാറ് പേടിക്കാതിരിക്കും സാറേ, നമ്മൾ ഏതായാലും ഇത് പിടിച്ചിരിക്കും എന്ന് പറയാം. അങ്ങനെ നയനയാണെങ്കിൽ ആ ഒരു വലിയൊരു ഡിസൈനായി നമ്മുടെ മാളവികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. മാളവിക അതുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ ബൈ.